ഗേറ്റ് 2026 റിസൾട്ട് വന്ന് ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രശ്നം പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളെ എന്താണ് പറയുന്നത്, അവർക്ക് ഒരു വിലയുമില്ലാത്ത രീതിയിലുള്ളൊരു റിസൾട്ടാണ് ഇപ്പം വന്നേക്കുന്നത്. 4 ദിവസം മുമ്പാണ് റിസൾട്ട് വന്നത്. ഇപ്പോഴിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസൾട്ട് വന്നിട്ട് EC-യിലെ 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്, 5, 6, 8, 10, 11 ഈ റാങ്കുകളൊക്കെ നമുക്ക് അവൈലബിളേ അല്ല. സത്യത്തിൽ റിസൾട്ട് വരുമ്പോഴത്തേന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇന്ത്യയിലുള്ള മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൊത്തം നോക്കും. ഇത്തവണ നോക്കിയപ്പോൾ EC-യിൽ ഈ പറയുന്ന 1, 2, 3 റാങ്കുകാരില്ല. നല്ല പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമിനേഷൻ എഴുതാൻ നേരത്ത് ഇപ്പം ChatGPT പോലുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ പറയുന്ന ഇൻവിജിലേറ്റർ ശരിക്കും നല്ലപോലെ നോക്കിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന മാൽ പ്രാക്ടീസിങ് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന 1ാം റാങ്ക്, 2ാം റാങ്കും, 3ാം റാങ്കും ശരിക്കും അവർ അവൈലബിൾ ആകണം. ഓക്കെ, അവർ വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും പഠിച്ചിട്ടില്ല. 4ാം റാങ്കിന് കിട്ടിയത് 89 മാർക്കാണ്. അതൊരു ജെനുവിൻ മാർക്കാണ്, നമുക്ക് അറിയാവുന്ന ആളാണത്. 2016 അയാൾക്ക് 7ാം റാങ്ക് ഉണ്ട്. 2026 1ാം റാങ്ക്, 2ാം റാങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്ന ഒരാളാണ്. അയാൾ 89 മാർക്ക് മേടിക്കും. ഇത്തവണത്തെ ഗേറ്റിന്റെ EC പേപ്പർ എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. ഓക്കെ, 89 മാർക്ക്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 പേർക്ക് 90-ന് മേളിൽ മാർക്കുണ്ട്. സത്യത്തിൽ അവരാരും ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് അവൈലബിളേ അല്ല. അവരെവിടാണ്? അറ്റ്ലീസ്റ്റ് ഞാനൊരു കാര്യം പറയാം, ഓക്കെ, അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും പോയി പഠിച്ചിട്ടില്ല. നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കേണ്ട അമാനുഷിക ബുദ്ധിയുള്ളവർ കാണും. എന്നാൽ സത്യം പറയല്ലോ, നമ്മൾ എംസിഗ്മ ഗോകുലം നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ ശരിക്കും ഇവിടെ കുട്ടികളെ കുത്തിയിരുത്തി പഠിപ്പിച്ച് നമ്മുടെ സ്റ്റഡി സെന്ററിൽ 24 മണിക്കൂർ ഓപ്പൺ ആണ്. ഇത്രയും സാറന്മാരെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യയിൽ 1ാം റാങ്ക് വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതാണ്. ഇത്തവണത്തെ 15ാം റാങ്ക് കിട്ടിയ ഹരിനന്ദന് റാങ്ക് പ്രഡിക്ഷനിൽ 5ാം റാങ്കായിരുന്നു. ശരിക്ക് അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ 15ാം റാങ്കായി. ഇടയ്ക്ക് IIT ഗുവാഹട്ടി ഒരു കറണ്ട് ഡെൻസിറ്റിയുടെ ക്വസ്റ്റിന് +36 ആണ് ശരിക്കും ആൻസർ വരേണ്ടത്. എന്തുകൊണ്ടാണ് അവർ -36 എടുക്കാമെന്ന് എനിക്കൊരു ലോജിക്കും മനസ്സിലാകുന്നില്ല. മണ്ടത്തരമാണ് ആ കാണിച്ചേക്കുന്നത്. അവർ ശരിക്കും 2 ഓപ്ഷൻ ഇട്ട്, +36 ഇട്ടാലും -36 ഇട്ടാലും ആൻസർ കൊടുത്തോളാം. അതിൻ്റെ ഭാഗമായിട്ടാണ് റാങ്ക് മാറിയെന്ന് വിചാരിച്ച്. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഓർക്കണം, എംസിഗ്മയുടെ ലാസ്റ്റ് റിസൾട്ടിൽ നമുക്ക് 5ാം റാങ്കാണുള്ളത് മുഹമ്മദ് നഫീസിന്. ശരിക്കും ആ 5ാം റാങ്കിൽ എനിക്ക് തോന്നുന്നത് നഫീസിന് 79.3 ആയിരുന്നു. 1ാം റാങ്കിന് 82.6. ശരിക്കും ഈ 5ാം റാങ്കും 1ാം റാങ്കും തമ്മിലൊരു 3 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ആദ്യത്തെ ടോപ്പ് റാങ്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കഷ്ടം. ഇതെന്തുകൊണ്ടാണ് ഇത്ര ഇമോഷണലി പറയുന്നറിയാവോ? ഒരുപാട് ഈ കുട്ടികളെ ഇരുത്തി, സാറുമാരിരുത്തി കഷ്ടപ്പെട്ട് അവർക്ക് ചെയ്യേണ്ട എല്ലാം ചെയ്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിസൾട്ട് വരുമ്പോൾ എപ്പോഴും ഈ IIT NITs ആയിരിക്കും ഏതാണ് 1ാം റാങ്ക് വരുന്നത്. നമ്മൾ കേരളത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്ക് ഈ പറയുന്ന IIT NIT-കാരൊന്നുമില്ല. ഇവിടുത്തെ ഗവൺമെൻറ് കോളേജിലും സാധാരണ കുട്ടികളാണ് വരുന്നത്. ഇപ്പം ഈ ഒരു കോൺട്രവേഴ്സി പല ആൾക്കാരും നോർത്ത് ഇന്ത്യയിൽ പറയുന്നുണ്ട്. അവരെല്ലാവരും അവർ പറയുന്നതിലൊരു കാര്യമുണ്ട്, ഈ 1, 2, 3 ഏതെങ്കിലും ഗവൺമെൻറ് കോളേജ് കുട്ടികളാണെങ്കിൽ അവർ പുറത്തിറങ്ങി എങ്ങനെ കിട്ടിയെന്ന് പറയണമെന്ന് അവരും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെറുതാക്കരുത് ഗവൺമെൻറ് കോളേജിലെ കുട്ടികളെ. കേരളത്തിലെ ഗവൺമെൻറ് കോളേജിലെ കുട്ടികളിൽ നിന്നാണ് നമ്മൾ ഈ റാങ്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ 1ാം റാങ്കിൽ വരിക തന്നെ ചെയ്യും. ഇത്ര ഇമോഷണലായിട്ട് പറയാൻ കാരണം, ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, എല്ലാവരും ഒരു ഡെസ്പാണ്. ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവർക്ക് എന്താണ് വിലയില്ലേ? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഒരു അമാനുഷികനായിട്ടുണ്ട് EC-യിൽ ഒരുത്തൻ 90 മേളിൽ 3 പേര് മാർക്ക് മേടിച്ച്, ആ 3 പേരും പുറത്ത് വരണം. എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും. ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും IIT ഗുവാഹട്ടിക്ക് എന്താണ് പറയുന്നത്, മെയിൽ അയക്കണം. അവരാരൊക്കെയാണെന്ന് അറിയണം, അവരേത് കോളേജിൽ പഠിച്ചാണെന്ന് അറിയണം. അത്യാവശ്യം IIT-കളിലൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേന് ഇവരാരും IITs ഒന്നും അല്ലെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പം സാധാരണ കോളേജിൽ റിസൾട്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എംസിഗ്മ ഗോകുലത്തിൻ്റെ എല്ലാ റിസൾട്ടും കേരളത്തിലെ ഗവൺമെൻറ് കോളേജിലെ പിള്ളേരാണ്. ഓക്കെ, വേറൊരു സ്റ്റേറ്റിലെ ഗവൺമെൻറ് കോളേജിലെ കുട്ടിയാണേലും അവർ വെളിയിൽ വരണം. എന്ത് പറയണം, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്? അല്ലെ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഈ കറണ്ട് ഡെൻസിറ്റിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അവന് -ആണോ കിട്ടിയത്, +ആണോ കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത്? ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞില്ല, ഇത്രയും വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഈ ഗേറ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടഫാണ്. അതിലൊരു കോച്ചിങ് പോലും കിട്ടാതെ
സത്യം പറയില്ല, കോച്ചിങ്ങിൻ്റെ കാര്യം വളരെ അനിവാര്യമെന്ന് പറയാൻ കാരണം ആദ്യത്തെ 100 റാങ്കിൽ എത്തണേൽ ഇവിടെയുള്ള ആൾക്കാർ 1-2 വർഷം ഒരു സമയം പോലും കളയാതാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലും പോവാതെ സെൽഫായിട്ട് അവൻ ആ റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് പറയണം. സത്യം പറയല്ലോ, ഞങ്ങളുടെ സാഹന്മാരെല്ലാം ഇപ്പോൾ ഒരു ഡെസ്പിലാണ്. അവൻ ആ മാർക്ക് കിട്ടിയ സ്ട്രാറ്റജി ഒന്ന് പറയണം, ഞങ്ങൾക്ക് ഗുണമാവും. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യയിൽ 1ാം റാങ്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കുത്തിയിരുത്തി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ. ഞങ്ങൾക്കറിയണം, ഞങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഒന്നുമല്ലെങ്കിൽ നമുക്കൊരു പുതിയ അറിവാകുമല്ലോ, ഇങ്ങനെയാണ് ഗേറ്റ് പഠിക്കേണ്ടത്. അവർ വന്ന് പറയണം. ഇനി അവർക്ക് വീഡിയോയിൽ വരാൻ മടിയാണെങ്കിൽ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യട്ടവർ. ശരിക്ക് ഇത് ഇനി ഇലക്ട്രിക്കലിനെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മിസ്സിങ് ആണ്. ആരൊക്കെയാണ് ഇവരൊക്കെ? പിന്നെ ശരിക്കും എക്സാമിനേഷൻ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് എൻ്റെ ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾ തന്നെ പറയുന്നുണ്ട്, സാറേ ഇവരെ ഒന്നും നോക്കാനൊന്നും ആരുമില്ലേ, വല്ലൊരു മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അറിയാൻ പറ്റുകയില്ല, വെറുതെ ChatGPT മതിയല്ലോ ആൻസർ എഴുതാൻ. അങ്ങനെ ഇതിനകത്ത് ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട്. ഈ എക്സാമിനേഷൻ നടന്നപ്പോഴത്തേന് കുറേ കുട്ടികൾ ഏതാണ് പറഞ്ഞത്, ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നേക്കുന്ന പത്രത്തിൽ വന്നേക്കുന്ന ന്യൂസുകളൊക്കെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. കാരണം ഇതാരാ എനിക്ക് അയച്ചതെന്നറിയാവോ? ഈ 15ാം റാങ്ക് കിട്ടിയത് 49, 28, 36 കിട്ടിയ കുട്ടികളുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അവർ ഈ പറയുന്ന എക്സാം എല്ലാം കണ്ടിട്ട് അവർ, ഞാൻ പറഞ്ഞല്ലോ, 1-2 വർഷം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചവരാണ്. ഇങ്ങനെയുള്ള പത്രത്തിൽ ന്യൂസ് കണ്ടിരുന്ന് ഏതോ ഒരു കുട്ടി മൊബൈൽ ഉപയോഗിച്ചതിന് അവനെ പുറത്ത് കൊണ്ടുപോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടും പരീക്ഷ എഴുതിച്ച്. സാറേ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് എന്താണ് ഗുണമെന്ന്, എന്താണ് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. ഇത്ര നാൾ ഇത് കഴിഞ്ഞ 4 ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. കാരണം എന്താണോട്ടെ, നമ്മളെപ്പോഴും അന്വേഷിക്കും, ഇത് എവിടെ പോയെന്ന്. എക്സാമിനേഷന് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് വന്നിട്ട് എനിക്ക് ശരിക്കും സാറേ ഞാൻ 75 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേന് നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഒരു എക്സ്ട്രാ ഓർഡിനറി ചിലപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, 2016, 24 മേടിച്ച ആൾ ഇത്തവണ എഴുതുന്നുണ്ടല്ലോ, മൂപ്പര് ചിലപ്പോൾ 85 മേടിക്കും. എന്നാലും ഒരു 75 എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റ് റാങ്ക് തന്നെയാണെന്ന് ഉറപ്പായിരുന്നു. ഇത് ഇപ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ട് 90 മാർക്കിന് മേളിൽ 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്. അതൊരു സീക്രട്ട് ഏജന്റാണ്. എവിടാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. IIT-കളിലൊന്നും ഇതില്ല. ഇനി NIT ഏതെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. പിന്നെ IIT NIT മാത്രം എല്ലാവരും ഇതിന്, നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നുണ്ട് IIT അല്ലാന്ന്. IIT വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഞങ്ങൾ പ്രൂവ് ചെയ്താണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 5ാം റാങ്ക് എന്ന് പറയുന്നത് 1ാം റാങ്കുമായിട്ട് 2.5 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇറ്റ് ഈസ് പോസിബിൾ ഫ്രം ഗവൺമെൻറ് കോളേജ് ഓഫ് ലോ. എന്നാലും അത് ആരാണെന്നൊന്ന് അറിയണം. ഇനി ഇത്രയും വലിയ ടഫ് എക്സാമിൽ 90 മാർക്ക് അവൻ മേടിച്ചതിൻ്റെ ആ ഒരു മാർക്ക്, സത്യം പറയല്ലോ, ഞാൻ 16 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്, എനിക്കറിയണമെന്നുണ്ട്. പിന്നെ മാസ് മര്യാദ പറ്റിയാലെന്നൊന്നുമല്ല. നമ്മുടെ പണ്ടുണ്ടായിരുന്ന നമ്മുടെ തന്നെ സ്റ്റാഫായിട്ടുള്ള ഇജാസാഗ് ഉണ്ടായിരുന്നു പണ്ട് 2014 സമയത്ത്. IS-ന് 800-ന് മേളിൽ ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ അല്ലെ റിസൾട്ട് ഉണ്ടാകാം, പക്ഷെ സത്യമായിട്ട് അത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഈ റിസൾട്ട് വന്നെന്ന്. ശരിക്കും ഞാനിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ടോപ്പ് റാങ്കിൻ്റെ ആൾക്കാരെ കുറിച്ചാണ്. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് പ്രഡിക്ഷനിൽ 200 റാങ്ക് ഉണ്ടായിരുന്ന ആൾക്കാർ റിസൾട്ട് വന്നപ്പോഴത്തേന് 400, 500-ലായി. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും 1000-ൽ താഴെ റാങ്ക് എന്ന് പറയുന്നതാണ് ഗേറ്റിന് നല്ല കഷ്ടപ്പെടുന്നവർക്ക് നല്ല റാങ്ക്. ഇത് 200, 400 ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ റാങ്ക് മാറി. 700 റാങ്ക് വേണ്ടാൽ ഇപ്പോൾ എത്രയായി, 1500-ന് പുറത്തു പോയി. അപ്പോൾ പകുതിയോളം ആൾക്കാർ ഇതിനകത്ത് കയറിയിട്ടുണ്ട് റാങ്ക് പ്രഡിക്ഷന്. വർഷങ്ങളായിട്ട് ഗേറ്റിൽ ഒരു കാര്യം പറയാം, നല്ല എഴുതുന്ന ഒരു 10,000 ആൾക്കാർ, 15,000 ആൾക്കാർ എല്ലാവരും ആ റാങ്ക് പ്രഡിക്ഷനിൽ കയറിയിട്ട് നോക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ആൾക്കാരാണ് ഇത്തവണത്തെ റാങ്ക് പ്രഡിക്ഷനിൽ നോക്കിയേക്കുന്നത്. അതായത് നല്ലപോലെ എക്സാമിനേഷൻ കഴിഞ്ഞ് ആത്മാർത്ഥമായിട്ട് പഠിച്ചവരെല്ലാം ഇത് നോക്കലുണ്ട്. ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 400, 500 എക്സ്പെക്ട് ചെയ്ത ആൾക്കാർക്ക് 1000 ഇപ്പോൾ റാങ്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ 500 പേര് ലോകത്തിലറിയാത്ത ഈ പറഞ്ഞ സീക്രട്ട് ഏജൻസ് എവിടുന്ന് കയറി? സത്യം പറയാലോ, എക്സാമിനേഷൻ നടന്ന IIT ഗുവാഹത്തി ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. നിങ്ങൾ മെയിലുകൾ അയക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടോപ്പ് റാങ്ക് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് കുട്ടികളുണ്ടെന്നറിയാം. നിങ്ങൾ 2000, 3000 റാങ്ക് ഉള്ളവർ. ആക്ച്വലി നിങ്ങൾ അവിടെ അല്ല എത്തേണ്ട. 50% ആൾക്കാർ എങ്ങനെയോ വന്നിട്ടുണ്ട്. ആരെന്നറിയില്ല, എവിടുന്നെന്നറിയില്ല. ഇനി ഒരു കാര്യം പറയാം, ഇവരാര് ശരിക്കെന്ന് വെച്ചാൽ ഈ 1ാം റാങ്ക് കിട്ടിയ ആളെ നിങ്ങൾ നോക്കിക്കോണം. ഇവരാരും എനിക്ക് IIT-ൽ MTech ചെയ്യാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവരേതെങ്കിലും PSUസിനെ നോക്കത്തുള്ളൂ. കാരണം അവിടെ IIT ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ മറ്റേ എന്താണ് പറഞ്ഞത്, ഞാൻ ഇതിന് തെളിവൊന്നുമില്ല, എന്നാലും ഇങ്ങനൊരു ChatGPTയോ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവര് ഈ 1ാം റാങ്ക് എത്തിയിട്ടുള്ളെങ്കിൽ അവർക്ക് IITയിൽ നിന്ന് പോകാൻ പറ്റുകയില്ല. പക്ഷെ PSUസിന് അവർ പോവും. നിങ്ങൾ നോക്കിയോ, ഈ മിസ്സായിട്ടുള്ള എത്രയാണ് ഇലക്ട്രിക്കലിലൊക്കെ 100-നകത്തുള്ള ആൾക്കാരെവിടെ, എത്ര ആൾക്കാരാണ് അവരൊക്കെ. ശരിക്കും വെച്ചാൽ എല്ലാവരും PSUസിലായിരിക്കും പോകുന്നത്. ഈ PSUസിന് മറ്റേ ഇൻ്റർവ്യൂ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഒരു അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാലും ഈ അരമണിക്കൂർ പഠിച്ചാന്ന് വെച്ചാൽ ഇവരാരും മറ്റേ ഒന്നും അറിയാത്തവരെന്നല്ല ഞാൻ പറഞ്ഞത്, അത്യാവശ്യം എൻജിനീയറിങ് അറിയാവുന്നവരായിരിക്കാം ഈ പറയുന്ന മോശം രീതിയിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക്. അവർക്ക് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ PSU കിട്ടും. നിങ്ങൾ നോക്കിയാണ് ഇവരെല്ലാവരും ഈ 1ാം റാങ്ക് 2ാം റാങ്കും എല്ലാം IITയിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യാനായിരിക്കുകയല്ല പോകുന്നത്, അവരെല്ലാവരും PSUസിനായിരിക്കും പോകുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവർക്കും അല്ലെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എത്ര കഷ്ടപ്പെട്ടെന്നറിയാവോ. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ 5ാം റാങ്ക് കൊണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് പറയുന്നത്, നോർത്തിൽ എല്ലാവരും IIT NITക്കാരെയും കൊണ്ട് എഴുതുമ്പം നമ്മളിവിടുത്തെ സാധാ കോളേജിലാണ്. ഇപ്പോൾ ഈ കോൺട്രവേഴ്സിയിൽ എല്ലാവരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കോളേജിൽ ആൾക്ക് എങ്ങനെ റാങ്ക് കിട്ടുമെന്നാണ്. സാധാരണ കോളേജിലുള്ള ആൾക്കാർക്ക് റാങ്ക് കിട്ടും. കഴിഞ്ഞ 2 തവണ 5ാം റാങ്ക് കിട്ടി. ഇത്തവണ നമ്മൾ ടോപ്പിൽ എത്തണമെന്ന് പറഞ്ഞ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പിള്ളേരെ പഠിപ്പിച്ചത്. അവരെ മൊത്തം എന്താണ് പറയുന്നത്, ഏതാണ് പറയുന്നത്, ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗോസ്റ്റുകൾ ഇല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ഒരു 4ാം റാങ്ക് വരണ്ടാണ്. ഹരിനന്ദന് ഇന്ത്യയിൽ 4ാം റാങ്ക് വരണ്ടാണ്. പോട്ടെ, 4ാം റാങ്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം മറ്റേ വന്ന 3 റാങ്കുകാരുണ്ടല്ലോ അവർ ജെന്യുവിനാണ്, മാർക്ക് കാണുമ്പോൾ അറിയാം, അല്ലെ ആൾക്കാരെ നമുക്ക് അറിയാം. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള 1, 2, 3, 5, 6, 8, 10, 11 സിംഗിൾ ഡിജിറ്റിലുള്ള ഇത്രയും പേര് ഗോസ്റ്റുകളാണ്, ആരാണെന്ന് അറിയില്ല. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ റാങ്കുകാർ എക്സാം എഴുതിയതാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ലിങ്ക്ഡിൻ പോസ്റ്റേലും ചെയ്യണം, ഒരു കമൻറ്റേലും ചെയ്യണം. ഞാൻ ഇന്ന കോളേജിൽ പഠിച്ച ആളാണ്, ഞാൻ ഇത്ര വർഷം ഗേറ്റ് കോച്ചിങ് പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ എന്താണ് മറ്റേ എക്സാമിനേഷൻ എങ്ങനെ എഴുതിയെന്ന്. അപ്പോൾ ഉറപ്പായിട്ടൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ശരിക്ക് ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ടോപ്പ് റാങ്കിനെ കുറിച്ചാണ് പറഞ്ഞത്, പക്ഷെ നിങ്ങൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 നിങ്ങളുടെ PSU ജോബാണ് ഇല്ലാതാകുന്നത്. ഡബിൾ ആണ് റാങ്ക് മാറിയേക്കുന്നത്. 200 എക്സ്പെക്ട് ചെയ്ത ആൾക്ക് 400-ന് മേളാണ് റാങ്ക് വരുന്നത്. അപ്പം മേളിലോട്ട് പോകുമ്പോൾ എന്തുമാത്രം കടന്നുകയറ്റം ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും ഇത് മെയിൽ അയക്കണം. ഇതിനകത്ത് എലിജിബിൾ ആയിട്ടുള്ളവരെ, അല്ലെങ്കിൽ 1ാം റാങ്ക് തന്നെ പിടിച്ച് ഇൻ്റർവ്യൂ നടത്തണം. 90-ന് മേളിൽ ഈ എക്സാമിനേഷൻ എഴുതണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവനെ പുപ്പുലി എന്ന് പറയേണ്ടി വരും. അവനെ ഒരു ഇൻ്റർവ്യൂ നടത്ത്, മനസ്സിലായില്ലേ? അല്ല, അവനൊന്ന് സംസാരിക്കട്ടെ. അവൻ സംസാരിക്കുമ്പോൾ അറിയാമല്ലോ അവൻ്റെ സബ്ജക്ട് നോളജിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും. ഇതെന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നല്ല ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവരെ ചീറ്റ് ചെയ്യുന്ന രീതിയാണ്. അടുത്ത ഗേറ്റ് എക്സാമിനേഷനിലും സത്യം പറയില്ല, നമ്മുടെ സാറന്മാരും നമ്മുടെ ഈ ടോപ്പ് റാങ്ക് കിട്ടിയ കുട്ടികൾ വരെ ഡെസ്പാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചതിന് വിലയില്ലാതായി പോകുന്ന പരിപാടിയാണ്. ഓക്കെ, ഞാൻ ഒരിക്കലും പറയുന്നില്ല 90-ന് മേളിൽ മാർക്ക് കിട്ടുന്നവരുണ്ടെന്ന്. പക്ഷേ 1, 2, 3, 5, 6, 8, 10, 11 ഇത്ര റാങ്കുകാർ അവർ തന്നെ ഒന്ന് വന്നിട്ട് ഏതാണ് ഈ ഗോസ്റ്റിൽ നിന്ന് മാറിയിട്ട് ഓക്കെ എനിക്കാണ് 1ാം റാങ്ക് കിട്ടിയത്, ഞാൻ ഇന്ന രീതിയിൽ പഠിച്ചു, ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാമല്ലോ. അല്ലെ അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാവുമല്ലോ, ഓക്കെ ഇങ്ങനെയും ഗേറ്റ് പഠിക്കാം എങ്കിൽ 1ാം റാങ്ക് കിട്ടുമെന്ന്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ബാക്കി ബ്രാഞ്ചസിന്റെ മെക്ക് സിവിൽ എല്ലാ ബ്രാഞ്ചിലെ 1ാം റാങ്ക് മിസ്സിംഗ് ആണ്. ആളാരാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് എക്സാമിനേഷൻ നടന്ന സമയത്ത് വളരെ രീതിയിലുള്ള ചീറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒക്കെയുള്ള കാലത്തിൽ അത്രയും എന്താണ് പറയുന്നത് കർക്കശമായി നമ്മുടെ എക്സാം എഴുതിയ പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, വലിയ എന്താണ് പറയുന്നത് സീരിയസ് ആയിട്ടൊന്നുമല്ല ആൾക്കാർ ഇൻവിജിലേറ്റേഴ്സ് നോക്കുന്നതൊക്കെ. അപ്പോൾ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകണം. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, നിങ്ങളെല്ലാവരും മെയിൽ അയയ്ക്കുക, എല്ലാ റാങ്കിൽ വന്നവരുടെയും എലിജിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം. ഓക്കെ, താങ്ക് യു.